തെയ്യം, തിറ ഇത് രണ്ട് വാക്കാണ്, പക്ഷേ രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ചില നാട്ടിലേക്ക് തിറ എന്ന് പറയും, ചില നാട്ടിലേക്ക് തെയ്യം എന്ന് പറയും, ചില നാട്ടിലേക്ക് കെട്ടിയാക്കോ എന്ന് പറയും. ഇപ്പം ഏത് ദേവതയാണോ ഞാൻ കെട്ടാൻ ഉദ്ദേശിക്കുന്നത് ആ ദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതിൻ്റെ ഉപാസനകളും കാര്യങ്ങളും മന്ത്രങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് അതിൻ്റെ വ്രതം അനുഷ്ഠാനങ്ങൾ വേണം എന്നുള്ള ഒരു കോലധാരിയാണ് തീരുമാനിക്കേണ്ടത്. കോലധാരി ഉറപ്പിക്കണം, എനിക്ക് ഇത്ര ദിവസത്തെ വ്രതമാണ് കൃത്യനിഷ്ഠയിൽ പാലിക്കാൻ പറ്റുള്ളൂ. ആ വ്രതം അനുഷ്ഠാനത്തോടുകൂടി കൃത്യനിഷ്ഠയിൽ വ്രതം നോറ്റ് ക്ഷേത്രത്തിൽ പോയി അതിൻ്റെ അനുഷ്ഠാനത്തോടുകൂടി തെയ്യം കെട്ടി മുറ്റത്ത് വന്ന് അതിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ മുഴുവനായിട്ട് ചെയ്തതിന് ശേഷമാണ് തോറ്റം പാട്ടിലേക്ക് കടക്കുന്നത്. തോട്ടം ചെയ്യും ഏത് ദേവതയാണോ ആ ദേവത നമ്മളുടെ ശരീരത്തേക്ക് ലയിപ്പിക്കുക, അതതിൻ്റെ ചൈതന്യം നമ്മളിങ്ങോട്ട് വാങ്ങും. ഇന്നതിന് ശേഷമാണ് അതൊരു മനുഷ്യ രൂപം വിട്ടിട്ട് ദൈവ രൂപമായിട്ട് മാറുന്നത്. ആദ്യം തൊട്ടുള്ള അവസാനം വരികയാണ് ഒരു തോട്ടത്തിൽ, ഏത് ദേവൻ്റെ തോട്ടവും അങ്ങനെയാണ്. അപ്പോൾ ദേവന് ഉണ്ടായെന്ന് തൊട്ടിട്ട് ദേവക്കരുവായിട്ട് പിന്നെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നവരെയുള്ള ഐതിഹ്യമാണ് ഒരു ഏത് തെയ്യത്തിൻ്റെ തോരത്തിലുണ്ടാകും. അനുഷ്ഠാനത്തിലും കർമ്മത്തിലും ഒരു മാറ്റവും കാണുന്നില്ല. പിന്നെ വേഷ സംവിധാനത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആദ്യകാലങ്ങളിൽ ചമയങ്ങളെന്ന് വെച്ചാൽ ചമയം ഈ തെയ്യത്തിൻ്റെ സാധനം പിന്നെ മരം കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഈ ചമയത്തിന് ഉപയോഗിക്കുന്ന മരം മുരിക്ക്, പാല, ഈ രണ്ട് മരങ്ങളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പല സാധനമായിട്ട് മാറിയിട്ടുണ്ട്. ഫൈബറായിട്ട് മാറിയിട്ടുണ്ട്, പ്ലാസ്റ്റിക്കായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ എന്ത് സാധനം കൊത്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മരം കൊണ്ടാണ് കൊത്തി ഉണ്ടാക്കുക. അത് മുരിക്കല്ലേ, പാല. മുഖത്തെഴുതാൻ മനയോല, അരിയിച്ചാന്ത്, മഷി. ആദ്യകാലങ്ങളിൽ അരിയിച്ചാന്ത്, പച്ചരി അരച്ചത്, അരിയിച്ചാന്ത്, മനയോല, ചായല്യം, മഷി, 4 തുണി, കറുപ്പ്, ചുവപ്പ്, വെള്ള, അതിൻ്റെ ഐതിഹ്യ തുണി. ഓരോ തെയ്യത്തിനും ഓരോ താളമാണ്. ഒരേ തെയ്യം, എല്ലാ തെയ്യത്തിലും താളം ഒരുപാട് മാറ്റങ്ങൾ, വ്യത്യസ്തത. ഓരോ തെയ്യത്തിനും ഓരോ താളം. തലമുറ ഉള്ള മക്കളിപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ തലമുറ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി കുട്ടികൾ വരും തലമുറ, എനിക്ക് തോന്നുന്നു 2-3 തലമുറക്കുള്ള വേണ്ട കുട്ടികളെല്ലാം ഇപ്പം നിലവിൽ ഓൾറെഡി ഒരു കുട്ടികളെ പ്രവൃത്തി കണ്ടാൽ പോലും മനസ്സിലാക്കും. ഒലയിടത്തോളം പോവും,
ഓലയിടത്തോളം കളിക്കും, ഓലയിടത്ത് എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരാളെ കളി കണ്ടാൽ നമുക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കലാകാരന്മാർ, ചെറിയ മക്കൾ, 10, 15, 20 വയസ്സിൻ്റെ അടുക്കുള്ള കുട്ടികൾ ഇപ്പം വളർന്നു വരുന്നുണ്ട്. പണ്ടേ ചെറുപ്പം മുതലേ അച്ഛൻ്റെ കൂടെയല്ല ക്ഷേത്രമുറ്റത്ത് പോയിട്ട് ഒരുപാട് പരിചയമുണ്ട്. അന്ന് മുതലേ ഭയങ്കര ഒരു താല്പര്യമാണ് ഈ തെയ്യം കെട്ടണം എന്നത്. ഈ തെയ്യം കെട്ടുന്നത് അച്ചാച്ചന്മാരുടെ നിർദ്ദേശപ്രകാരം ഒരുപാട് ദിവസത്തെ നോൽമ്പുകളോട് കൂടിയാണ് തെയ്യം കെട്ടുന്നത്. ഈ തെയ്യം കെട്ടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓരോ തെയ്യത്തിനും അതിൻ്റേതായ മൂലമന്ത്രങ്ങളും തോറ്റങ്ങളും മരംവിളി എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു തറ കെട്ടിയിട്ട് കയ്യടി വാങ്ങിയതിനെ കൊണ്ടൊരു കലാകാരനായില്ല. ഒരു തെയ്യം കലാകാരൻ എന്ന് പറയേണ്ടിയിട്ടുണ്ടെങ്കിൽ തെയ്യത്തെ പറ്റിയുള്ള എല്ലാ കലകളും ചെയ്യുന്ന ഒരാളായിരിക്കണം ഒരു തെയ്യം കലാകാരൻ.